പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവപാദപീഠത്തിലായിരിക്കാൻ, ദൈവസന്നിധിയിലായിരിക്കുവാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവ് തന്നിരിക്കുന്ന എല്ലാ നല്ല ദാനങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, വിശേഷാൽ ഒരു പ്രഭാതം ഇന്ന് ആയുസ്സിൽ കാണാത്ത ഒരു പുത്തൻ പ്രഭാതം, പുതിയ പുലരി കാണുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കിയതിന്, കർത്താവ് ആയുസ്സിനെ ആരോഗ്യത്തെ ദീർഘിപ്പിച്ചു തന്നതിന് കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട്, അപ്പോൾ തന്നെ കർത്താവ് തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട്, എല്ലാ നല്ലതാണെങ്കിലും നന്ദി പറഞ്ഞുകൊണ്ട്, പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ പ്രഭാതത്തിൽ ദൈവവചന ധ്യാനത്തിനായി മീഖാപ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കുന്നു. മൈക്ക ചാപ്റ്റർ 6 വേഴ്സ് 8. മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ഹല്ലേലൂയ. അതിനെ നമുക്ക് വളരെ സുപരിചിതമാണ്, അതിനെ നമുക്കറിയാം. പലപ്പോഴും എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഈ വചനം കേൾക്കുകയോ പ്രസംഗത്തിലേക്ക് ഉപയോഗിക്കുകയോ പ്രാർത്ഥനയിൽ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് 2 ചോദ്യങ്ങൾ ഒരു ചോദ്യത്തിൽ അവസാനിക്കുകയാണ്. മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഇത് മനുഷ്യനോട് ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ദൈവത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ദൈവത്തെക്കുറിച്ച് പ്രവാചകൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വേണേൽ പറയാം. ഒരു മനുഷ്യൻ തൻ്റെ മനസാക്ഷിയോട് ചോദിച്ച്, പ്രമാണത്തോട് ചോദിച്ച് നടക്കേണ്ടുന്ന വഴി, നല്ലത് തീയതുമായത് ഏതിന് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ, തിരിച്ചറിയാനുള്ള മനുഷ്യൻ്റെ വഴി, ഒരു മനുഷ്യനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണെന്ന്, ദൈവത്തിൻ്റെ പർപ്പസ് എന്താണെന്ന് ഒരു ചെറിയ ആ സ്മോൾ ഫോമിലല്ല, ചെറിയ ആ വിശാല അർത്ഥത്തിലല്ല, പക്ഷേ വളരെ നാരോയായിട്ടല്ല, എല്ലാ മനുഷ്യനെക്കുറിച്ചും സകല മനുഷ്യർക്കും വേണ്ടുന്നത്. അപ്പോൾ തന്നെ ഒരു മനുഷ്യനെക്കുറിച്ചുള്ള ദൈവ പദ്ധതി അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, വഴിയിൽ പട്ടുപോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, പക്ഷേ തിന്മ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. തുടങ്ങുന്ന വാക്കിങ്ങനെയാ, മനുഷ്യ, നല്ലത് എന്തെന്ന് ദൈവം നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ദൈവം വഴി കാണിച്ചു തരിക, നല്ലത് ഏതാണെന്ന്. ഇതാണ് വഴി എന്ന് പറയുന്ന വിശാലമേറിയ വഴിയുണ്ട്, പക്ഷെ അതിൻ്റെ അവസാനം നാശമാണ്. എന്നാൽ യേശു കർത്താവ് പറയുന്നു, സ്വർഗത്തിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കവും ഉള്ളതാ, പക്ഷെ അതിൻ്റെ അവസാനം സ്വർഗമാണ്. മനുഷ്യ, നല്ലത് എന്തെന്ന് ദൈവം നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. 2 വാക്കുകളാണ് അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത്. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും. 2 കാര്യങ്ങൾ ചെയ്യേണ്ടതാ. ഒന്ന്, ന്യായം പ്രവർത്തിക്കുക. കുഞ്ഞെ, നീ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പം നീ ഒന്ന് ചിന്തിച്ച്, ഇത് ന്യായമാണോ എന്ന്. അന്യായത്തിന് കൂട്ടി നിൽക്കേണ്ടതിൻ്റെ അർത്ഥമുണ്ട്. 1-ാം സങ്കീർത്തനം പറയുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴി നിൽക്കാതെ, പരിഹാസികൾ ഇരിപ്പിടത്തിലിരിക്കാതെ. അടുത്ത വാക്ക്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ബ്ലെസ്സഡ് ഈ ദ മാൻ. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ അനുസരിക്കുന്നതിനെ കുറിച്ച് അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അവൻ്റെ കാര്യം പറയുന്നവൻ ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്ന ഇലവാടാത്തമായ വൃക്ഷം പോലിരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്ന്. ഹല്ലേലൂയ. ഇവിടെ ന്യായം പ്രവർത്തിപ്പാൻ, 2 ദയാതൽപരനായിരിക്കാൻ. ദയ തോന്നണം, ഒരു കമ്പാഷനേറ്റ് ഹാർട്ട് ഉണ്ടാവണം. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും ഒരു കമ്പാഷനേറ്റ് ഹാർട്ട് ഉണ്ടാകണം. കമ്പാഷൻ, ഒരു ദയയുടെ ഹൃദയം ഉണ്ടാകണം, ഒരു കാരുണ്യത്തിൻ്റെ ഹൃദയം ഉണ്ടാകണം. ദയാതൽപരനായിരിക്കാനും. 3-ാമത്തെ കാര്യമാണ് ഏറ്റവും പ്രസക്തം. നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കണം. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, യഹോവ താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിന്നെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കരത്തിന് കീഴിൽ താണിരിപ്പീൻ. താഴ്മയോടെ നടക്കണം. മറ്റുള്ളവരുടെ മുമ്പാകെ അല്ല, ദൈവത്തിൻ്റെ മുമ്പാകെ താഴ്മയോടെ നടക്കണം. അതാകുന്നു. അതല്ലാതെ എന്താ ചോദിക്കുന്നത്? ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ക്വസ്റ്റ്യനുമാണ് 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. 1-ാമത്തെ സ്റ്റേറ്റ്മെന്റ്,
മനുഷ്യൻ നല്ലതെന്തെന്ന് ദൈവം നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ദിസ് ഈസ് ദ വേ, റൈറ്റ് പാത്ത്. നല്ലത് എന്തെന്ന് യഹോവ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. റൈറ്റ് പാത്ത്, റൈറ്റ് വേ. 2, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായി ഇരിപ്പാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? തീർന്നു. 3 കാര്യങ്ങളാണ്. ന്യായം പ്രവർത്തിക്കുക. ഒന്ന് നോക്കിക്കേ, നീ നീതിയാണോ ചെയ്യുന്നതെന്ന്? നീ പ്രവർത്തിക്കുന്ന ന്യായമാണോ? അത് മനസാക്ഷിയോട് ചോദിച്ചാൽ മതി. 2, സഹജീവികളോട് നീ ദയ കാണിക്കുന്നുണ്ടോ? 3, ദൈവത്തിൻ്റെ സന്നിധിയിൽ നടക്കുന്നത് താഴ്മയോടെയാണോ? നീ സക്സസ് ആവുന്നേ, നീ വിജയിച്ചു. ദൈവസന്നിധിയിൽ താഴ്മയോടെയാണ് നടക്കുന്നത്, നീ വിജയിച്ചു. അതുകൊണ്ടല്ലേ അപ്പോസ്തലൻ പറയുന്നത്, തക്ക സമയത്ത് ദൈവം അവൻ നിന്നെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കരത്തിന് കീഴിൽ താണിരിക്കണം. താണിരുന്ന ഒരു ജോസഫിനെ ഉയർത്താൻ ദൈവത്തിനൊരു ടൈമുണ്ട്. താണിരുന്ന മൊർദെഖായിയെ ഉയർത്താൻ ദൈവത്തിനൊരു ടൈമുണ്ട്. താണിരിക്കുന്ന യിരെമ്യാവിനെ ഉയർത്താൻ ദൈവത്തിനൊരു ടൈമുണ്ട്. ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദാനിയേലിനെ ഉയർത്താൻ ദൈവത്തിനൊരു ടൈമുണ്ട്. പത്രോസ് അപ്പോസ്തലന് ടൈമുണ്ട്, പൗലോസിന് ടൈമുണ്ട്. കുഞ്ഞെ, നിനക്കൊരു ടൈമുണ്ട്. അവൻ തക്ക സമയത്ത് നിന്നെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കരത്തിന്റെ കീഴിൽ താണിരിക്കണം. നിനക്ക് വേണ്ടി ദൈവം ഒരു ടൈം വെച്ചിട്ടുണ്ട്. മറ്റാരും എടുത്തുകളയാത്തൊരു ടൈം നിനക്ക് വേണ്ടി തമ്പുരാൻ വെച്ചിട്ടുണ്ട്. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ആ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വചനം ജനത്തിന് കൈമാറുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ഞങ്ങൾ ആ കരത്തിന്റെ കീഴിൽ താണിരിക്കുന്നു. യഹോവ എന്താകുന്നു ചോദിക്കുന്നു. 1, ദൈവസന്നിധിയിൽ താണിരിക്കാൻ ഞങ്ങൾക്ക് നിന്റെ കൃപയ്ക്കായി സ്തോത്രം. ദയ കാണിക്കാൻ, ന്യായം പ്രവർത്തിക്കാൻ ദൈവമായ കർത്താവേ, അതിനായി ഞങ്ങളെ തന്നെ ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലതെന്തെന്ന് കാണിച്ചു തരുന്ന ദൈവത്തിൻ്റെ പാതയെ, യേശു കർത്താവിൻ്റെ പാതയെ പിൻപറ്റുവാൻ സ്വർഗത്തിലെ ദൈവമേ ഞങ്ങൾക്ക് കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അസാധാരണ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കും. യഹോവ കൂടിരിക്കും, ആത്മാവിൽ ബലപ്പെടുത്തും. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ പ്രഭാതം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കിയതിനായി സ്തോത്രം. ഈ ദിവസം അനുഗ്രഹമാക്കുന്നതിനായി സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം. സകലവരെയും തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവത്തിൻ്റെ വിശാലമേറിയ ചിറകടിയിൽ അവിടെ ഇവിടങ്ങളായി നമ്മളെ സൂക്ഷിക്കുമാറാകട്ടെ. ബ്ലെസ് യു ആൻഡ് താങ്ക് യു സോ മച്ച്.